السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു നബയിലെ 33-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള ആയത്തുകളാണ് വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകഅ്സൻ ദിഹാഖാ لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളെ കുറിച്ച് പറഞ്ഞു. അവിശ്വാസികൾക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ തോതും ആ ശിക്ഷ ലഭിക്കാനുള്ള കാരണം എന്ത് എന്നും സൂചിപ്പിക്കുകയുണ്ടായി. ശേഷം അവനെ സൂക്ഷിക്കുന്ന അവൻ്റെ അടിമകൾക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ഇന്ന ലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുണ്ട് മഫാസൻ, വിജയമുണ്ട്. അവർ വിജയസ്ഥാനത്തായിരിക്കും, സ്വർഗത്തായിരിക്കും അവർ ഉണ്ടാവുക, സ്വർഗത്തിലായിരിക്കും അവരുണ്ടാവുക. എന്നിട്ട് ആ സ്വർഗത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അവർക്ക് ഉണ്ടാവുക എന്ന് അള്ളാഹു എണ്ണി പറയുകയാണ്. അതിലൊന്നാമത്തേതാണ് ഹദായിഖ, അവർ പൂന്തോട്ടത്തിലായിരിക്കുന്ന, വ്യത്യസ്ത മരങ്ങളുള്ള, നല്ല ഫലങ്ങൾ കായ്ക്കുന്ന പൂന്തോട്ടങ്ങളുള്ള ഒരു മരം, വ്യത്യസ്ത രൂപത്തിലുള്ള മരങ്ങൾ ആ പൂന്തോട്ടത്തിൽ ഉണ്ടാകും. വ അനാബ, അതോടൊപ്പം തന്നെ അനാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിയുടെ വള്ളികളാണ്. അപ്പം അതും എന്ത് ചെയ്യും, സ്വർഗത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പം മുന്തിരിയെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഒരുപാട് ഉള്ളതുകൊണ്ട്. ശേഷം വകവാഇബ അത്റാബ, തുടുത്ത മാറിടമുള്ള സമപ്രായക്കാരായ തരുണികളും ആ സ്വർഗത്തിലുണ്ടാകും എന്ന് പറഞ്ഞു വെച്ചു. ഇവിടെ പലപ്പോഴും ഇസ്ലാമിനെതിരെ വിമർശിക്കുന്ന ആളുകൾ വലിയ വിമർശനമായിട്ട് പറയാറുള്ള വിഷയമാണ് ഈ ഹൂറുൽ ഈൻ എന്ന ഒരു വിഷയം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അതായത് സ്വർഗത്തിലെ ഒരു വലിയ അനുഗ്രഹം എന്ന നിലക്കല്ല എന്ത് ചെയ്യുന്നത്, ഈ ഒരു അനുഗ്രഹത്തെ ഇസ്ലാം എടുത്തു കാണിക്കുന്നത്. ഏതൊരു ചെറിയ കുട്ടിയോടും നീ എന്തിനു വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സ്വർഗം ലഭിക്കാൻ വേണ്ടി എന്നാണ് പറയുക. അതല്ലാതെ ഈ പറഞ്ഞ അനുഗ്രഹം ആരും ചെയ്യാറില്ല, എടുത്തു പറയാറില്ല. ഈ ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കറിയാം. അപ്പം അതുകൊണ്ട് സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിലെ ഒരു സാധാ അനുഗ്രഹം എന്ന നിലക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു അനുഗ്രഹത്തെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് മറ്റൊരു ചോദ്യമായി ഉന്നയിക്കാറുള്ളത്, എന്തുകൊണ്ട് സ്ത്രീകളെ പറഞ്ഞു പുരുഷന്മാരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നും ചില ആളുകൾ പറയാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ ഭർത്താവ് സ്വർഗത്തിലില്ല എങ്കിൽ ആ സ്ത്രീക്ക് അനുയോജ്യമായ ഒരു ഭർത്താവ് എന്ത് ചെയ്യും, അവിടെ സ്വർഗത്തിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് മനസ്സിലാക്കേണ്ട വിഷയം, പഴയ കാലത്ത് രചിക്കപ്പെട്ട സാഹിത്യ പുസ്തകങ്ങളും മറ്റുമൊക്കെ, എന്തിനേറെ ഇപ്പോൾ രചിക്കപ്പെട്ട പുസ്തകങ്ങൾ പോലും പരിശോധിച്ചു കഴിഞ്ഞാൽ വർണ്ണിക്കുന്നത് സ്ത്രീകളെയാണ്. ആരെ വർണ്ണിക്കാറില്ല? പുരുഷന്മാരെ വർണ്ണിക്കാറില്ല എന്നുള്ളതാണ്. അപ്പം അതേ ഒരു രീതിയാണ് എന്തും സ്വീകരിച്ചിട്ടുള്ളത്, വിശുദ്ധ ഖുർആനും അതേ ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് വിമർശിക്കാൻ മാത്രം ആ വിഷയത്തിലില്ല എന്നാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ വിഷയകമായി മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിമർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ വിമർശിക്കുക എന്നത് മാത്രമാണെന്ത്, അവരുടെ തൊഴിലും അവരുടെ ലക്ഷ്യവും. അതല്ലാതെ അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ട് വിമർശിക്കുന്നു, എന്താണ് വിമർശനത്തിൻ്റെ കാരണം, വിമർശിക്കാൻ മാത്രമുണ്ടോ എന്നിങ്ങനെയൊന്നും ആലോചിക്കാതെ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും പറയണം, അതിന് എന്തൊക്കെയാണോ ലഭിക്കുക അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇസ്ലാമിനെതിരെ അടിച്ചു വിടുകയാണ് ചില കക്ഷികൾ ചെയ്യുന്നത്. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനം അത് എത്രത്തോളം എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിലൂടെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. അതായത് ഒരു കാലത്ത് സ്ത്രീകൾക്ക് യാതൊരു ബഹുമാനവും ആദരവും ഇല്ലാത്ത ഒരു കാലം കടന്നു പോയപ്പോൾ അവിടെ സ്ത്രീകൾക്ക് ബഹുമാനം ലഭിക്കേണ്ടതുണ്ട്, അവർ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളുടെ സ്വത്വബോധത്തെ ഉണർത്തിക്കൊണ്ടുവന്നത് തീർച്ചയായും ഇസ്ലാമിൻ്റെ അഭിപ്രായങ്ങളായിരുന്നു എന്ന് നമുക്ക് ഉറക്കെ പറയാൻ സാധിക്കും. ഒരുപാട് കഴിഞ്ഞു പോയ ചിന്തകന്മാരെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ചിന്തകന്മാരൊക്കെ പറഞ്ഞു വെച്ചത്, സ്ത്രീകളെന്ന് പറയുന്നത് അവർ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളിൽ വെച്ച് വളരെ നീചന്മാരായ ആളുകളാണ്, അവർ വെറും കുട്ടികൾക്ക് ജന്മം നൽകുക എന്നതിലുപരി അവരിൽ യാതൊരു ഉപകാരവുമില്ല എന്നൊക്കെ പറഞ്ഞു വെച്ച ഒരുപാട് വലിയ ചിന്തകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ആ ചിന്തകന്മാർ പറഞ്ഞതൊന്നും എന്ത് ചെയ്യാറില്ല, ഈ പറയുന്ന ആളുകൾ കൊണ്ടുവരാറില്ല. എന്നാൽ ഇസ്ലാം പറഞ്ഞതിനെ അതിനെ വക്രീകരിച്ച് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് പലപ്പോഴായി മീഡിയകളിൽ അവർ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും വലിയ ആദരവാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നുകൊണ്ട് എനിക്ക് ആരോടാണ് ഏറ്റവും വലിയ കടമയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ 3 വട്ടവും ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ് നിനക്ക് ബാധ്യതയുള്ളത് എന്നാണ്. ഉപ്പയെക്കാളും നിനക്ക് ബാധ്യതയുള്ളത് നിന്റെ ഉമ്മയോടാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫുഖഹാക്കളൊക്കെ പറഞ്ഞു വെക്കാറുള്ളത്, ഒരു മകൻ നിസ്കരിക്കുകയാണ് എങ്കിൽ ആ മകനെ ഉമ്മ വിളിക്കുകയാണ്, സുന്നത്ത് നിസ്കരിക്കുന്ന സമയമാണെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ നിസ്കാരം ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ്. ആ നിസ്കാരം ഒഴിവാക്കിയിട്ട് ഉമ്മയുടെ വിളിക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഉത്തരം നൽകണം. അതാണ് അവൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ളതെന്നാണ്. ഈ സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ്, ഐച്ഛികമാണ്. എന്നാൽ ഉമ്മൻ്റെ വിളിക്ക് ഉത്തരം പറയാന്നുള്ളത് അവിടെ നിർബന്ധമാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് നന്മകൾ ചെയ്യേണ്ടതുണ്ട്, ഇഹ്സാൻ ചെയ്യേണ്ടതുണ്ട്. ആ ഇഹ്സാൻ എന്നത് വിശാലമായ അർത്ഥമാണ്. ഒരിക്കലും ഒരു നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ശരിക്കും നന്മ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അതിനെ ചുരുക്കാണ് ചെയ്യുന്നുള്ളത്. മറിച്ച് ഇഹ്സാനിന് വളരെ വിശാലമായ അർത്ഥങ്ങളുണ്ട്. ആ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് അവരോട് നന്മ ചെയ്യേണ്ടത്, അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരോട് നന്മ ചെയ്യേണ്ടത് എന്നിങ്ങനെ പല വശങ്ങളും ആ ഇഹ്സാൻ എന്ന വാക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാതാപിതാക്കളോട് ഇഹ്സാൻ, അവരോട് നന്മ ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം ഒരിക്കലും യാതൊരു വിധേനയും ഒരു സമൂഹത്തിൻ്റെയും ഒരു സൃഷ്ടിപ്പിൻ്റെയും സ്ഥാനം കുറച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതുകൊണ്ട് ആ രൂപത്തിലാണ് ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കണം എന്ന് പറഞ്ഞതിൽ വിശ്വസിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്, നിർബന്ധമായ കടമയാണ്. അവിടെ എന്തില്ല, നമ്മുടെ ബുദ്ധിക്കോ അതല്ലെങ്കിൽ നമ്മുടെ വിചാരത്തിനോ നമ്മുടെ വികാരത്തിനോ നമ്മുടെ ആലോചനക്കോ യാതൊരു സ്ഥാനവുമില്ല എന്ന്. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, നമുക്ക് കാണാത്തതിൽ വിശ്വസിക്കലാണ്. നമുക്ക് കാണാത്തതിലുള്ള വിശ്വാസമാണെന്ത് ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആ പുസ്തകം ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല, ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗമാണ്. അല്ലദീന, മുത്തഖീങ്ങളാരാ, യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കുന്നവരാണ് എന്നാണ്. അദൃശ്യത്തിൽ വിശ്വസിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അദൃശ്യത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ദൃശ്യമായ ഒരു കാര്യത്തിൽ വിശ്വസിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന വിഷയമാണ്. അത് ഈമാൻ ഇല്ലാത്തവൻ എന്ത് ചെയ്യും, കണ്ണുകൊണ്ട് കാണുന്ന കാര്യം വിശ്വസിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഒരാൾ മുഅ്മിനാകുന്നത്, അവന്റെ ഈമാൻ ഉറപ്പുള്ളതാകുന്നത്, അള്ളാഹു ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ എന്ത് ചെയ്തിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. റസൂൽ ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അങ്ങനെയുള്ളതിൽ പൂർണ്ണമായും അത് നടക്കും, അത് നടന്നിരിക്കും. അള്ളാഹു ആണ് പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞിട്ടുള്ളത്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന രൂപത്തിൽ വിശ്വസിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഈമാൻ ഉറച്ച ഈമാനായിട്ട് മാറാം. അതായത് ഗൈബിൽ ഒരാൾക്ക് യഥാർത്ഥമായ വിശ്വാസം ഉണ്ട് എങ്കിൽ, ഗൈബിൽ മിആഫിൽ മിആ, ഒരു 100% ഒരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ്റെ ഇബാദത്തിന്റെ അവസ്ഥകൾ മാറുന്ന, അവൻ ഇബാദത്ത് ചെയ്യുന്ന രീതിയിൽ വളരെ വലിയ മാറ്റം ഉണ്ടാവുന്നതാണ്. പലപ്പോഴും നമുക്ക് ഗൈബിലുള്ള വിശ്വാസം കുറഞ്ഞത് കൊണ്ടാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മുടെ ഇബാദത്തിന് ആ ഒരു ശക്തി ഉണ്ടാകാത്തതെന്നാണ്. എന്തായാലും സ്വർഗമുണ്ട്, എന്തായാലും നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തിന്മകൾ എന്ത് ചെയ്യൂല, അവനെ തിന്മകൾ ചെയ്യാൻ അവൻ്റെ മനസ്സ് പ്രേരിപ്പിക്കൂല. നന്മകളിലേക്ക് എന്ത് ചെയ്യുള്ളൂ, പ്രേരിപ്പിക്കുള്ളൂ. കാരണം അൽ ജന്നത്തു ഹഖ്കുൻ വന്നാറു ഹഖ്കുൻ, സ്വർഗം സത്യമാണ്, നരകവും സത്യമാണ്. അപ്പൊ ഇത് ബോധ്യപ്പെട്ട മനസ്സിലേക്ക് കയറേണ്ടതുപോലെ കയറിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യൂല, ദുനിയാവിനോടുള്ള ചിന്തയോ അതല്ലെങ്കിൽ ദുനിയാവിനോടുള്ള ഇഷ്ടമോ ഒന്നും അവന്റെ മനസ്സിനെ ബാധിക്കുകയില്ല. മറിച്ച് എന്ത് ചിന്തിക്കുകയാണ് എങ്കിലും ആഖിറത്തിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുക, ആ വ്യക്തി ചിന്തിക്കുക എന്നാണ്. എന്ത് ചിന്തിക്കുകയാണെങ്കിലും, ഒരു ജോലി ചെയ്യുമ്പോൾ പോലും അവിടെയും അള്ളാഹുവിൻ്റെ നിയത്ത്, അവിടെയും ഇഖ്ലാസ് എങ്ങനെയൊക്കെ ചേർക്കാൻ സാധിക്കുമോ അങ്ങനെ ചേർത്തുകൊണ്ട് എന്ത് ചെയ്യും, അതിനെയും ഇബാദത്താക്കി മാറ്റുന്ന. അതായത് ഒരു അഹ്ലുൽ യഖ്ല, ഒരു ബുദ്ധിമാനായ മനുഷ്യൻ, ഒരു മുസ്ലിമായ ബുദ്ധിയുള്ള മനുഷ്യൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ ആദാത്തുകളെ, അവൻ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ അവൻ ഇബാദത്താക്കി മാറ്റുന്ന, അവൻ പതിവായി ചെയ്യുന്ന സാധാ കാര്യങ്ങൾ എന്ത് ചെയ്യും, അവൻ ഇബാദത്താക്കി മാറ്റും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ്റെ നിയത്ത് എന്തായിരിക്കും, ഈ ഭക്ഷണത്തിലൂടെ എന്ത് ചെയ്യണം, എനിക്ക് ആരോഗ്യം ലഭിക്കണം. ആ ആരോഗ്യത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റണം, അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കണം. ഇനി അത് കഴിഞ്ഞു നേരെ കുടുംബത്തിന് വേണ്ടി ചെലവ്, അവർക്ക് ചെലവ് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മുടെ റിസ്കിനെ തേടി പോകാൻ. അവിടെയും നമ്മുടെ നിയത്ത് എന്താ, അള്ളാഹു മനുഷ്യന്റെ മേൽ, പുരുഷന്മാരുടെ മേൽ നിർബന്ധമാക്കിയ വിഷയമാണെന്ത്, ചെലവിന് കൊടുക്കുക എന്നത്. അപ്പൊ അതുകൊണ്ട് ആ നിർബന്ധ ബാധ്യത കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറപ്പെടുന്നത്. അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണ്, ആ കൽപ്പനയുടെ പൂർത്തീകരണമാണ് ഞാൻ ചെയ്യുന്നത് എന്ന അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, അതിനുവേണ്ടി പുറപ്പെടും. അപ്പോൾ അതും എന്തായി മാറും, ഇബാദത്തായി മാറുന്ന. ഇനി ആ ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് സാധനങ്ങളുമായി മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ സാധനവും വാങ്ങി വീട്ടിലേക്ക് എത്തി, സാധനവും കൊടുത്തു. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ചില ഭാര്യമാരെങ്കിലും എന്തെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, അത്രയും ക്ഷീണിച്ചു വന്ന് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെയും ചില ആളുകൾ ഇതെന്താ ഇങ്ങനത്തത്, ഇങ്ങനെയുള്ളത് വാങ്ങിയിട്ടുള്ളത്, ഇത് കാണാൻ രസമില്ലല്ലോ, അതല്ലെങ്കിൽ ഇത് പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചില ആളുകളെങ്കിലും കമൻ്റ് അടിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ തിരക്കിൽ വരുന്ന ഒരു സമയത്ത് നല്ല സ്ട്രെസ് ഉണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്, എന്നിട്ടും എന്ത് ചെയ്യാണ്, ഇവരിങ്ങനെ വേവലാതി പറയുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചില ആൾക്കാരെങ്കിലും ദേഷ്യപ്പെടും. അവിടെ നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തീകരിക്കുകയാണ്
നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഭാര്യ എന്ത് പറഞ്ഞാലും നമുക്ക് എന്താവൂല, നമുക്ക് വിഷയാകൂല എന്നുള്ളതാണ്. കാരണം നമ്മൾ അവിടെ എത്തിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ നടക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ, എന്തൊക്കെ ആദാത്തുകളുണ്ടോ, നമ്മൾ ചെയ്യുന്ന പതിവായ കാര്യങ്ങളുണ്ടോ, അതിനൊക്കെ ഇബാദത്താക്കി മാറ്റും. ഉറങ്ങുന്ന സന്ദർഭത്തിൽ പോലും എങ്ങനെയാണ് ഉറങ്ങുക? അവന് ഇബാദത്ത് ചെയ്യാൻ സാധിക്കണം, അതിന് നമുക്ക് ആരോഗ്യം വേണ്ടതുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്യാണ്? ഉറങ്ങുകയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് സമയം എൻ്റെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഉറങ്ങും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബുദ്ധിമാനായ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ത് ചെയ്യുക? അവൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും ഇബാദത്തുകളാക്കി മാറ്റാണ്. എന്നാൽ അതേ സമയത്ത് ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഇബാദത്തുകൾ എന്താക്കി മാറ്റും? ആദത്തുകളാക്കി മാറ്റുന്നതാണ്. ഓൻ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാരം പിന്നെ ഒരു ശീലമായി മാറും. ഇബാദത്ത് എന്നതിൽ നിന്ന് മാറി പിന്നെ അതെന്താവും? ശീലാകും. എല്ലാ ദിവസവും ഒരു പേജ് ഖുർആൻ ഓതുന്ന ആൾ അത് എല്ലാ ദിവസവും ഓതുന്നുണ്ട്, പക്ഷെ എന്തായി മാറി? ഒരു ശീലമായി മാറി. ഇബാദത്ത് എന്നതിൽ നിന്ന് വിട്ട് അതെന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും ഓതുന്നു, അതുകൊണ്ട് ഇന്നും ഞാൻ ഓതുന്നു. എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നതുകൊണ്ട് ഞാനും പള്ളിയിലേക്ക് പോകുന്നു. അപ്പൊ പലപ്പോഴും ആ രൂപത്തിൽ നമ്മുടെ ഇബാദത്തുകൾ ആകുന്നുണ്ടോ എന്നെന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഒരു ആരാധന നമ്മൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ആത്മീയതയെ തൊട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം? ഇബാദത്ത് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ആത്മീയതക്ക് ഉണർവ് ലഭിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോഴും നോമ്പനുഷ്ഠിക്കുമ്പോഴും ദിക്റുകൾ ചൊല്ലുമ്പോഴും അതിനെന്തുണ്ട്? ഒരു ആസ്വാദനമുണ്ട്. അതല്ലാത്ത രൂപത്തിലാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് ലഭിക്കൂല? അതിൻ്റെ ഒരു ആസ്വാദനമോ അതിൻ്റെ ഒരു രുചിയോ നമുക്കൊരിക്കലും ലഭിക്കുകയില്ല. ഒരാൾ വളരെ വേഗത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, എന്നാൽ അതേ സമയത്ത് മറ്റൊരു വ്യക്തി സമാധാനത്തിൽ വളരെ സാവകാശത്തിൽ ഓരോ ആയത്തും പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥം നോക്കി അതിൻ്റെ ആശയത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ഈമാനും എന്നാൽ ഉടനെ ഓതി തീർക്കുമ്പോൾ അവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഈമാനും എന്തുണ്ട്? രണ്ടിനുമിടയിൽ വലിയ വ്യത്യാസമുണ്ട് എന്നെന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പറഞ്ഞു വന്നത് ഒരു മുഅ്മിൻ യഥാർത്ഥ മുഅ്മിനായി മാറുക ഗൈബിൽ വിശ്വസിക്കുമ്പോഴാണ്. അതുകൊണ്ട് എത്ര വലിയ അവിശ്വാസികളും ഇസ്ലാമിനെതിരെ എന്തൊക്കെ വിമർശനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും റസൂലും ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? വലിയ ഹിക്മത്തുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാർക്ക് ലഭിക്കുന്ന അടുത്ത ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാണ്, വകഅസൻ ദിഹാഖാ. വകഅസൻ ദിഹാഖാ. കഅസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രമാണ്. കഅസ് എന്ന് പറഞ്ഞാൽ പാത്രം. ദിഹാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംലൂഅത്തൻ, നിറക്കപ്പെട്ടതെന്നാണ്. നിറഞ്ഞ പാത്രം ഉണ്ടായിരിക്കുന്നതാണ്. നിറഞ്ഞ പാനപാത്രങ്ങൾ ആർക്കുണ്ട്? ഇന്നലിൽ മുത്തഖീന, മുത്തഖീങ്ങൾക്കുണ്ട്. കഅസൻ, പാത്രങ്ങൾ. ദിഹാഖൻ, നിറക്കപ്പെട്ട, അതായത് കുടിക്കാൻ വേണ്ടിയുള്ള പാനീയം നിറക്കപ്പെട്ട പാത്രങ്ങൾ അവർക്കുണ്ടായിരിക്കും എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ കഅസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഖംറിൻ്റെതാണ്, കള്ളിൻ്റെ പാത്രമാണ് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഒരുപാട് രൂപത്തിൽ വ്യത്യസ്ത രൂപത്തിലുള്ള പാനീയങ്ങൾ എന്ത് ചെയ്യും? സ്വർഗ്ഗക്കാർക്ക് കുടിക്കാനുണ്ടാവും. അവിടെ നമ്മൾ ആ അവസാനം ഉപയോഗിച്ച ലഫ്ള് ദിഹാഖൻ എന്നാണ്, നിറഞ്ഞ പാത്രം എന്നാണ്. കാരണം നമുക്കറിയാം ഒരു രുചികരമായ ഒരു ജ്യൂസോ മറ്റോ നമ്മൾ കുടിക്കുകയാണ് എങ്കിൽ നമ്മൾ അത് എങ്ങനെ ഉണ്ടാകാൻ ആഗ്രഹിക്കുക? നിറഞ്ഞ രൂപത്തിൽ ഉണ്ടാകാനാണ് എന്ത് ചെയ്യാം? ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അത് നിറഞ്ഞിട്ടുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചത്. ഈ ആയത്ത് 34-ാമത്തെ ആയത്ത് 33-ാമത്തെ ആയത്തുമായിട്ടുള്ള ബന്ധം വകവാഇബ അത്റാബ, സ്ത്രീകളെ കുറിച്ച് പറയാണ്. എന്നിട്ടാണ് പറയുന്നത് വകഅസൻ ദിഹാഖ, വകഅസൻ ദിഹാഖ. അപ്പൊ അവരുമായി നമ്മൾ സല്ലപിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ള ഒരു അനുഗ്രഹമാണെന്ത്? വകഅസൻ ദിഹാഖ. അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? ആ നിറഞ്ഞ പാത്രത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? പാനീയങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ. ലാ യസ്മഊൻ, അവരെന്ത് ചെയ്യൂല? കേൾക്കുകയില്ല. ലഗ്വൻ, ലാ യസ്മഊന ഫീഹാ, അവിടെ. ഈ അവിടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്?
സ്വർഗത്തിൽ, ലാ യസ്മഊന ഫീഹാ സ്വർഗത്തിൽ അവർ കേൾക്കുകയില്ല, ലഗ്വൻ ഒരു ബാത്തിലായ സംസാരവും എന്ത് ചെയ്യൂല അവർ കേൾക്കൂല എന്നാണ്. അനാവശ്യ സംസാരം ഒന്നും സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ സ്വർഗത്തിലുള്ള സംസാരം മൊത്തം ഹൈറായിരിക്കും എന്നാണ്. എല്ലാം ഹൈറായിരിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവും, നല്ല സംസാരങ്ങളായിരിക്കും ഉണ്ടാവുക. അതല്ലാതെ ഹൈറല്ലാത്ത ഒരു സംസാരവും സ്വർഗത്തിൽ ഉണ്ടാവില്ല. കാരണം സ്വർഗം എന്ന് പറയുന്നത് എല്ലാ മോശത്തരത്തിൽ നിന്നും മുക്തമായതാണെന്ത് സ്വർഗം. ഒരു പോരായ്മയും സ്വർഗത്തിൽ ഉണ്ടാകില്ല. അപ്പോ അനാവശ്യ സംസാരം എന്നത് എന്താണ്? പോരായ്മയാണ്. അനാവശ്യ സംസാരം എന്നത് പോരായ്മയാണ്. വലാ കിദ്ദാബൻ ഒരു കളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരവും അവിടെ ഉണ്ടാവുകയില്ല. കളവുമായി ബന്ധപ്പെട്ട സംസാരമില്ല, അതോടൊപ്പം തന്നെ അനാവശ്യ സംസാരവും അവിടെ ഉണ്ടാവുകയില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 35-ാമത്തെ ആയത്തും 34-ാമത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം എന്താ? ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ എന്ന ആയത്തും വകഅ്സൻ ദിഹാഖ എന്ന ആയത്തും തമ്മിലുള്ള ബന്ധം, അതായത് നമ്മളവിടെ അർത്ഥം വെച്ചത് എങ്ങനെയാ? ലാ യസ്മഊന അവർ സ്വർഗത്തിൽ കേൾക്കുകയില്ല എന്നാണ്. ലാ യസ്മഊന അവർ കേൾക്കുകയില്ല, ഫീഹ അതിൽ അല്ലെ സ്വർഗത്തിൽ. ആ ഫീഹ എന്നതിന് രണ്ട് തഫ്സീറുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് സ്വർഗത്തിലേക്കാണ്, ആ മടങ്ങുന്നത് സ്വർഗത്തിലേക്കാണ്. മറ്റൊന്ന് ഈ പറയുന്ന കഅ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മടങ്ങുന്നത്. കഅ്സൻ ദിഹാഖ എന്നതിലേക്കാണ് മടങ്ങുന്നത്. അപ്പൊ അർത്ഥം എന്തായി മാറുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവര് ആ പാത്രത്തിൽ നിന്ന് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യൂല? ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിദ്ദാബ. അത് കാരണത്താൽ ഒരു ലഘുവിന്റെ സംസാരമോ ഒരു കളവിന്റെ സംസാരമോ ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പൊ എന്തിൽ വ്യത്യാസമുണ്ട്? നമ്മുടെ നാട്ടിൽ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? ആളുകളെ കൊന്നൊടുക്കുന്നു, വളരെ മോശമായ രൂപത്തിൽ പെരുമാറുന്നു, പരിസരബോധമില്ലാതാകുന്നു. എന്നാൽ സ്വർഗത്തിൽ അത് കുടിച്ചു കഴിഞ്ഞാലോ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ ഒരു ലഘുവും ചെയ്യൂല, അത് കുടിച്ചു കഴിഞ്ഞാൽ പോലും ഉണ്ടാവുകയില്ല. വലാ കിദ്ദാബൻ ഒരു കളവും അവൻ പറയുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നിലക്കുള്ള ഒരു പെരുമാറ്റവും ഉണ്ടാകൂല. എവിടുത്തെ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ? സ്വർഗത്തിലെ ഖംറ് കുടിച്ചു കഴിഞ്ഞാൽ. അതാണ് രണ്ടാമത്തെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സമാനമായ ഒരുപാട് ആയത്തുകൾ വന്നിട്ടുണ്ട്. സൂറത്തുൽ ഗാശിയയിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ലാ തസ്മഉ ഫീഹാ ലാഗിയ ഒരു ലഘുവിന്റെ സംസാരം എന്ത് ചെയ്യൂല അവിടെ സ്വർഗത്തിൽ വെച്ച് കേൾക്കുകയില്ല എന്നാണ്. ഒരു രൂപത്തിലുള്ള ലഘുവിന്റെ സംസാരവും അവർ കേൾക്കാനിടയാവുകയില്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നിങ്ങനെയുള്ള സമാധാനത്തിന്റെ വാക്കുകളല്ലാതെ യാതൊരു അനാവശ്യ സംസാരവും അവരവിടെ കേൾക്കുകയില്ല. ഈ സംസാരം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും സംസാരമാണ് എന്ത് ചെയ്യാറുള്ളത്? പല ആളുകളെയും തിന്മയിലേക്ക് കൊണ്ടെത്തിക്കാറുള്ളത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം എന്നത്, ഒന്നുകിൽ നമ്മൾ ദാഇയാണ്, അതല്ലെങ്കിൽ നമ്മൾ മദ്ഉആണ്. നമ്മൾ ആരോട് സംസാരിക്കുകയാണ് എങ്കിലും, ഏതൊരു മജ്‌ലിസിൽ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിലും, ഒന്നുകിൽ നമ്മൾ അവരെ നമ്മിലേക്ക് ക്ഷണിക്കുന്നവരാണ്, നമ്മുടെ സംസാരത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ്, അതല്ലെങ്കിലോ അവർ അവരിലേക്ക് നമ്മെ ക്ഷണിക്കുന്നവരാണെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഏതൊരു മജ്‌ലിസിലേക്ക് എത്തിക്കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യാൻ പരിശ്രമിക്കണം? നമ്മളൊരു ദാഇയാകാൻ പരിശ്രമിക്കണം എന്നാണ്. നമ്മുടെ സംസാരത്തിലേക്ക് ആളുകൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും? അവരുടെ ആശയങ്ങളിലേക്കും അവർ പറയുന്ന വാചകങ്ങളിലേക്കും നമ്മെ കൊണ്ടുപോവുകയും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ആളുകളായി മാറുകയും ചെയ്യും. അപ്പൊ ഈ രണ്ടാലൊന്നാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ദാഇയാകാൻ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയായിരുന്നാലും അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനാക്കി എന്ന ആയത്തുണ്ട്. ഞാൻ എവിടെയായിരുന്നാലും എന്നെ എന്ത് ചെയ്തു? അല്ലാഹു അനുഗ്രഹീതനാക്കി എന്നാണ്. അതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് മുഅല്ലിമൻ അൽ ഖൈറ, ഖൈർ പഠിപ്പിക്കുന്നവനാക്കി എന്നാണ്. അപ്പൊ എവിടെയായിരുന്നാലും ഖൈർ പഠിപ്പിച്ചു കൊടുക്കാൻ, നല്ലത് പഠിപ്പിച്ചു കൊടുക്കാൻ, നല്ലത് സംസാരിക്കാൻ, ഒരു പോസിറ്റീവായ ശക്തി എനർജി പറഞ്ഞു കൊടുക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം എന്നാണ്. അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അതായത് ചില ആളുകളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്?
നല്ല ഒരു ഈമാനിക മുന്നേറ്റം ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മതി, മനസ്സിന് കുറച്ചൊരു സമാധാനം ലഭിക്കാറുണ്ട് എന്നിങ്ങനെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ആ രൂപത്തിലേക്ക് നമ്മുടെ സംസാരം എന്ത് ചെയ്യണം? നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സംസാരം മാറണം. ചില ആളുകൾ സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറില്ല? ഒന്നും ആലോചിക്കാറില്ല. അതിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉപകാരം ഉണ്ടാവുക, ആഖിറത്തിന് എന്താ ഉപകാരം എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സംസാരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ യുഅ്മിനു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഒരാൾ അന്ത്യദിനത്തിലും അതേപോലെ തന്നെ ആഖിറത്തിലും വിശ്വസിക്കുകയാണ് എങ്കിൽ അവൻ എന്ത് ചെയ്തുകൊള്ളട്ടെ? ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഒന്നുകിൽ അവൻ ഖൈർ പറയട്ടെ എന്നാണ്. നന്മകൾ എന്ത് ചെയ്യാം? സംസാരിച്ചുകൊടുക്കുക. ഇനി നന്മ പറയാനില്ല, ഖൈർ പറയാനില്ലെങ്കിലോ ഉണ്ടാതിരുന്നു കൊള്ളട്ടെ എന്നാണ്. അതാണ് പറയുന്നത്, നമ്മൾ ഹലാലായ സംസാരങ്ങൾ സംസാരിച്ചാൽ പോലും അത് പിന്നെ എവിടുക്ക കൊണ്ടെത്തുക? ഹറാമിലേക്കാണ് എന്ത് ചെയ്യുക? പിന്നെ എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നന്മകൾ പരമാവധി നമ്മൾ ആളുകൾക്ക് എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക, നന്മകൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ചും കുടുംബത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആഴ്ചയിൽ ഒരു മജ്‌ലിസ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കുടുംബത്തിൽ സംഘടിപ്പിക്കാൻ പറ്റണം. എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നു കൊണ്ട് ഉപ്പയോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ, ഉപ്പയോ അതല്ലെങ്കിൽ ഉമ്മയോ എന്ത് ചെയ്യണം? മക്കൾക്ക് നസീഹത്ത് കൊടുക്കുന്ന രൂപത്തിൽ ഒരു 5-10 മിനിറ്റെങ്കിലും എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് കുടുംബത്തിൽ ചെലവഴിക്കാൻ പറ്റണം. വലിയ മാറ്റം എന്ത് ചെയ്യും? അത് കുടുംബത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഈ ഖുർആൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു ചിന്ത തന്നെ വന്നത് ആ രൂപത്തിലായിരുന്നു എന്നാണ്. ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ആഴ്ചയിൽ എല്ലാ ദിവസവും കടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു 10-15 മിനിറ്റ് എന്ത് ചെയ്യും? ഖുർആനിന്റെ ഒരു ആയത്തെടുക്കും, അത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു ക്ലാസ് നമ്മൾ എടുത്തു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാകും? ഒരുപാട് മാറ്റം ഉണ്ടാകും. അത് മാത്രമല്ല, നമ്മുടെ മക്കളിൽ നമ്മൾ വിചാരിക്കാത്തത്ര വലിയ സ്വാധീനം അത് ഉണ്ടാക്കും, യാതൊരു സംശയമില്ല. അബ്ദുസ്സമദ് അൽ കാത്തിബ് റഹിമഹുല്ല കെ മൗലവിയുടെ മകനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടാറുള്ളത്, അദ്ദേഹത്തിന് ആഴ്ചയിൽ ഒരു മജ്‌ലിസ് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? കുടുംബത്തിലെ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അദ്ദേഹം ഉത്ബോധനം നടത്താറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉത്ബോധനം എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നടത്തണം. എങ്കിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാകും. പലപ്പോഴും പല മാതാപിതാക്കൾക്കും പറയാനുള്ളത് വേവലാതികൾ മാത്രമാണ്. എന്നാൽ ആ വേവലാതികൾക്കുപരി നമുക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം. വളരെ എഫക്റ്റീവായ, അവർക്ക് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം. അതുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അവരോട് സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ പറയുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ബോധപൂർവം മനഃപൂർവ്വം നമ്മുടെ കുടുംബത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സംസാരത്തിൻ്റെ വിഷയത്തിൽ വളരെ വലിയ ശ്രദ്ധ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അനാവശ്യമായ സംസാരങ്ങൾ പരമാവധി ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ. ഈ പറയുന്ന മുത്തഖീങ്ങൾക്കുള്ള ഓരോ അനുഗ്രഹങ്ങളും എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു പറയാണ് ജസാഅൻ, ഇതൊക്കെ എന്താണ്? പ്രതിഫലമാണ്. മിർ റബ്ബിക, ആരുടെ അടുക്കലിൽ നിന്ന്? നിന്റെ റബ്ബിന്റെ അടുക്കലിൽ നിന്നുള്ള പ്രതിഫലം. അതാഅൻ, വമ്പിച്ച, അത് വീണ്ടും ആവർത്തിക്കാണ്. അതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസാഅൻ എന്ന അതേ അർത്ഥമാണ്. ഒരു പ്രതിഫലം. ജസാഅൻ മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കലിൽ നിന്ന് പ്രതിഫലമുണ്ട്. അതാഅൻ, സമ്മാനം എന്നോണം. ഹിസാബൻ, ഹിസാബൻ മതിയായ നിലക്കുള്ള പ്രതിഫലം എന്നാണ്. മതിയായ നിലക്കുള്ള പ്രതിഫലം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒന്നാമത്തെ ഭാഗം ജസാഅൻ മിർ റബ്ബിക്, നിന്റെ രക്ഷിതാവിങ്കലിൽ നിന്നുള്ള ഒരു പ്രതിഫലം. ജസാഅൻ മിർ റബ്ബിക. അപ്പൊ നിന്റെ റബ്ബ് എന്ന് പറയുമ്പോൾ അവിടെ നിന്റേത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം നബിയാണല്ലോ നബിക്കാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. അപ്പൊ നബിയുടെ റബ്ബ് എന്നാണ്. നബിയെ താങ്കളുടെ റബ്ബിങ്കലിൽ നിന്നുള്ള പ്രതിഫലം. ജസാഅൻ മിർ റബ്ബിക്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയാൻ കാരണം, ഏതൊരു മുസ്ലിമും സ്വർഗത്തിലേക്ക് പോവുക ആര് പഠിപ്പിച്ച റൂട്ടിലൂടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച റൂട്ടിലൂടെയാണ് എന്ത് ചെയ്യുക? സ്വർഗത്ത് പോവുക. അതുകൊണ്ട് നബിയെ പിൻപറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെ അനുസരിക്കൽ കൂടിയാണ്? അള്ളാഹുവിനെ അനുസരിക്കുന്നത് കൂടിയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിപാദിച്ചത്. മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്നുള്ള.
അപ്പൊ സ്വർഗം എന്നത് എന്തല്ല? സ്വർഗം എന്നത് നമ്മുടെ ഔദാര്യമാണോ? സ്വർഗം എന്നത് ഒരിക്കലും എന്തല്ല, നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള നമ്മുടെ ഹക്കല്ല. എന്ത് സ്വർഗം നമ്മുടെ ഹക്കല്ല സ്വർഗം, മറിച്ച് അള്ളാഹു നമുക്ക് നൽകുന്ന ഔദാര്യം. അള്ളാഹു നമുക്ക് നൽകുന്ന ഔദാര്യമാണ് സ്വർഗം, നമ്മുടെ ഹക്ക് അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നിസ്കാരത്തിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ പലപ്പോഴും ആ രൂപത്തിലാണ് ചിന്തിക്കാറുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പങ്കുവെക്കുന്ന വളരെ വലിയ ചിന്തനീയമായ കാര്യം, അതായത് ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ അവരുടെ വിചാരം എന്താ, ഞാനിത് എൻ്റെ ഔദാര്യം എന്നോണം ചെയ്യുന്നത് എന്നാണ് ചില ആളുകൾ കരുതുന്നത് എന്നാണ്. ഞാൻ 5 വഖ്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നെന്ത് ചെയ്യാം ചില ആളുകൾ ചോദിക്കാറുണ്ട്. 5 വഖ്ത് നിസ്കരിക്കണില്ല ഞാൻ, പിന്നെന്താ എന്നൊരു ചോദ്യം. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ 5 വഖ്ത് നിസ്കരിക്കുക എന്നുള്ളത് എന്തല്ല, ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ ഹക്കാണ്. നമ്മുടെ മേൽ ഹക്കായിട്ടുള്ളതാണ് അത് നിസ്കരിക്കാനുള്ളത്. എന്തായാലും നിസ്കരിച്ചിരിക്കണം, എന്തായാലും നിസ്കരിച്ചിരിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗം അല്ലാഹു നമുക്ക് നൽകുന്ന ഔദാര്യമാണ്, നമ്മുടെ കർമ്മത്തിലുള്ള പ്രതിഫലമല്ല എന്ത് സ്വർഗം, മറിച്ച് ആ കർമ്മം അതിനൊരു കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വലിയ ഫദ്ലാണ് നമുക്ക് സ്വർഗം ലഭിക്കുക എന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും എന്ത് ചെയ്യുകയില്ല, നിങ്ങളുടെ അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന്. ആ സമയത്ത് സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, വല അൻത യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കളും പ്രവേശിക്കൂല എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മ, അവന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു എന്നെ പൊതിഞ്ഞാലല്ലാതെ എന്ത് ചെയ്യൂല, ഞാനും പ്രവേശിക്കുകയില്ല എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്. എങ്കിൽ നമ്മൾ എന്തായാലും അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് ആവശ്യക്കാരാണ്. അതുകൊണ്ട് എത്ര തന്നെ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല, അഹങ്കാരത്തിന്റെ ഒരു തരി പോലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അഹങ്കാരത്തിന്റെ ഒരു തരി പോലും ഉണ്ടാകാൻ പാടില്ല, ഉൾനാട്യവും ഉണ്ടാകാൻ പാടില്ല. റുജൂബുൻ നഫ്സ്, ഞാൻ എന്തൊക്കെയോ ആണ് എന്നൊരു തോന്നലും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അതാണ് ഒരു മുസ്ലിമിന്റെ ജീവിത പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് ആ ആയത്തിനെ ജീവിതത്തിൽ ചേർക്കാൻ വേണ്ടിയായിരിക്കണം. ആ ആയത്തിനെ ജീവിതത്തിൽ യഥാർത്ഥ രൂപത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാണ്, ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ആരാധനകൾ എടുത്തു മാറ്റി. ആർക്ക് മാത്രമാക്കി? അള്ളാഹുവിന് മാത്രമാക്കി. ശിർക്ക് എന്ത് ചെയ്തു, അവിടെ ഇല്ലാതായി. ശിർക്ക് അവിടെ ഇല്ലാതായി. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ സഹായം തേടുന്നത്. അപ്പോ നമ്മൾ ഒരാളോട് സഹായം തേടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്തും ഇല്ലാതാവും, കിബറും ഇല്ലാതാകും. കിബറും എന്തെയും ഇല്ലാതാകും സഹായം തേടിക്കഴിഞ്ഞാൽ. അപ്പൊ അവിടെ കിബറും അതേപോലെ തന്നെ റിയാഉം, മറ്റൊരാൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇബാദത്ത് ചെയ്യുക, അതും എന്തെയും ഇല്ലാതാകും. ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നതിലൂടെ റിയാ ഇല്ലാതാവുകയും വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിലൂടെ ഈ പറയുന്ന ഉജുബ് അതോടൊപ്പം തന്നെ കിബറും ഒക്കെ എന്ത് ചെയ്യും, ഇല്ലാതാകും. കാരണം അള്ളാഹുവിനോട് എപ്പോഴും സഹായം തേടുകയാണ്. ആ അള്ളാഹുവിന്റെ സഹായം മൂലമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ പറയുന്ന ഇബാദത്തുകളൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന ചിന്ത അവനുണ്ടാകും. ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ. അപ്പൊ ഹിസാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തല്ല അർത്ഥം, വിചാരണ എന്നതല്ല അർത്ഥം. അറബിയിൽ സാധാരണ ഉപയോഗിക്കാറുള്ളൊരു പ്രയോഗമാണ് അഹ്സബ്തു ഫുലാനൻ, അഹ്സബ്തു ഫുലാനൻ, ഞാൻ ഒരു ആൾക്ക് എന്ത് ചെയ്തു, ഒരുപാട് കൊടുത്തു എന്നതിന് അഹ്സബ്തു എന്ന് പ്രയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതിയായവനാണ്. അപ്പൊ ആ അർത്ഥത്തിലുള്ള ഹിസാബാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ജസാഅൻ, പ്രതിഫലം, മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന്, അതാഅൻ, ഒരു പ്രതിഫലം. അതെങ്ങനെയുള്ളതാണ്, ഹിസാബൻ, മതിയായ പ്രതിഫലമാണ്. എന്നാൽ സമാനമായി നരകക്കാരെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ എങ്ങനെ പറഞ്ഞത്, ജസാഅൻ വിഫാഖൻ, അല്ലെ, അനുയോജ്യമായ പ്രതിഫലം എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെയോ മതിയായ പ്രതിഫലം. രണ്ടും വ്യത്യാസമുണ്ട്. നരകക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അതിനെങ്ങനെ രേഖപ്പെടുത്തുക, ഒറ്റ തിന്മയാണ്. എന്നാൽ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാലോ 10 ഇരട്ടിയാണ്. അപ്പൊ ഒരു സുബ്ഹാനല്ലാഹ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ
അള്ളാഹു 10 സുബ്ഹാനല്ലാഹ് എന്ത് ചെയ്യാം രേഖപ്പെടുത്തും. ഇനി നമ്മുടെ ഇഖ്ലാസും നമ്മുടെ ഈമാനും ആസ്പദമാക്കിയിട്ട് അത് ഏതുവരെ എത്തും? 700 വരെ അത് എത്തിപ്പെടുന്നതാണ്. 700 വരെ അത് എത്തിപ്പെടും. ചിലപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും അപ്പുറം എന്ത് ചെയ്യും? ചിലപ്പോൾ എത്തും. ചിലപ്പോൾ കണക്കുണ്ടാവില്ല എന്നാണ്. അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തിന് യാതൊരു കണക്കും കയ്യും ഉണ്ടാവില്ല. സൂറത്തുൽ സുമറിലെ 10-ാമത്തെ ആയത്ത് ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. സബറുള്ള ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് ബിഗൈരി ഹിസാബ്, ഒരു ഹിസാബും ഇല്ലാതെയാണെന്നാണ്. അതാണ് നോമ്പിന്റെ വിഷയത്തിൽ പറഞ്ഞത് അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, അതിന് പ്രതിഫലം നൽകുന്നതും ആരാണ്? ഞാനാണെന്നാണ്. അതിനെന്തില്ല, യാതൊരു കണക്കും കയ്യുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഇനി വരുന്ന ആയത്തുകളിലൊക്കെ ആ റബ്ബിന്റെ മഹത്വത്തെ ഓതുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന് അങ്ങേയറ്റത്തെ മഹത്വമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് ശേഷമുള്ള ആയത്തിൽ ചെയ്യുന്നത്. ജസാഅൻ മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കലിൽ നിന്നുള്ള ജസാ. ആ റബ്ബ് ആരാണ്? റബ്ബിസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമർ റഹ്മാൻ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിന്റെയും ഇടയിലുള്ള റഹ്മാനായ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ യംലികൂന മിൻഹു ഖിതാബൻ, ലാ യംലികൂന, അവർ ഉടമപ്പെടുത്തുന്നില്ല, അവർ ഉടമപ്പെടുത്തുന്നില്ല, മിൻഹു അല്ലാഹുവിനോട്, ഖിതാബൻ, ഒരു സംഭാഷണവും. ഇത് ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല? ആർക്കും അള്ളാഹുവിനോട് എന്ത് ചെയ്യാൻ പറ്റൂല? സംഭാഷണം നടത്താൻ പറ്റൂല എന്ന്. ഒരു നിലക്കും അള്ളാഹുവിനോട് ഒരാൾക്കും സംസാരിക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ അനുമതി ഉണ്ടാകണം. അള്ളാഹിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അള്ളാഹുവിനോട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫ, യൗമ യഖൂമു അർ-റൂഹ്, അന്നെന്ത് ചെയ്യും? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേൽക്കും. അതേപോലെ തന്നെ വൽ മലായികത്തു, മലക്കുകളും, അവരൊക്കെ നിൽക്കുന്നതാണ്. എങ്ങനെയാ നിൽക്കുന്നത്? സഫൻ, അണിയണിയായിട്ട് എന്ത് ചെയ്യും? നിൽക്കും. അവിടെ ഇസ്ലാമിന്റെ ഒരു ചിട്ടയെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്തിനെന്തുണ്ടാകണം? ഒരു കൃത്യത, ഒരു ഓർഡർ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ്. ലാ യതകല്ലമൂന, ഈ പറഞ്ഞ മലക്കുകളൊന്നും എന്ത് ചെയ്യൂല? സംസാരിക്കൂല. ലാ യതകല്ലമൂൻ, ആരും സംസാരിക്കുകയില്ല. ആരൊഴികെ? ഇല്ലാമൻ അദിന ലഹു അർ-റഹ്മാൻ, കാരുണ്യവാനായ ആ അള്ളാഹു അനുമതി കൊടുത്ത ആളുകൾ ഒഴികെ. അപ്പൊ ഒരാൾക്ക് സംസാരിക്കാം. ആർക്ക്? അള്ളാഹുവിന്റെ അനുമതി വേണം. രണ്ടാമത്തെ ആരാ? വഖാല സവാബ, സത്യം പറഞ്ഞിട്ടുള്ളവൻ, സത്യം പറഞ്ഞിട്ടുള്ളവൻ. ഈ സത്യം പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് ഉള്ളവനാകണം എന്നാണ്. തൗഹീദ് ഉള്ളവനാകണം. ഈ 2 ഷർത്തുകൾ ഒത്താൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുക? അള്ളാഹിന്റെ അടുക്കൽ ശുപാർശക്ക് സാധിക്കുക എന്നാണ്. അള്ളാഹിന്റെ അടുക്കൽ ശുപാർശക്ക് സാധിക്കുക. ഒന്ന്, അള്ളാഹുവിന്റെ അനുമതി ഉണ്ടാകണം. അള്ളാഹുവിന്റെ അനുമതി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഓന് തൗഹീദുള്ള ആളാകണം. ഇനി അവൻ ആർക്ക് വേണ്ടിയിട്ടാണോ ശുപാർശ ചെയ്യുന്നത് ആ ആൾക്കും എന്തുണ്ടാകണം? തൗഹീദ് ഉണ്ടാകണം. ആ വ്യക്തിക്കും തൗഹീദ് ഉണ്ടാകണം എന്നാണ്. അപ്പൊ തൗഹീദാണ് പരമപ്രധാനമായത്. അന്നെന്തെയും എല്ലാ മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും എല്ലാ സൃഷ്ടികളും ഭൂമിയിലുള്ള ഒന്നടങ്കം വരുന്ന ജനങ്ങളും മൃഗങ്ങളും എല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ എന്തെയും നിശബ്ദരായി സംസാരിക്കാൻ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു ദിവസമുണ്ട് എന്നാണ്. അന്ന് ആർക്കും എന്തില്ല? യാതൊരു അധികാരവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അനൽ മലിക്, ഞാനാണ് രാജാവ്, ഞാനാണ് രാജാവ്. എവിടെ? ദുനിയാവിലെ രാജാക്കന്മാർ എവിടെ എന്നെന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു ചോദിക്കുന്നുണ്ട്. എല്ലാവരും അശക്തരായിരിക്കും, എല്ലാവരും അശക്തരായിരിക്കും. അള്ളാഹുവിന്റെ സംസാരത്തിന് വേണ്ടി എന്ത് ചെയ്യും? അവർ കാത്തിരിക്കുന്നതാണ്. എന്തായിരിക്കും റബ്ബ് പറയാൻ പോവുക എന്ന് ഓർത്തുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് 2 അവസ്ഥകൾ എന്നാണ്. ഒരു മുഅ്മിനിന് 2 അവസ്ഥ. ഒന്ന് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന അവസ്ഥ, നിസ്കാരത്തിൽ ദുനിയാവിലാണ്. മറ്റൊന്ന് ആഖിറത്തിൽ എന്ത് ചെയ്യും? അള്ളാഹിന്റെ മുമ്പിൽ ഒരു നിർത്തമുണ്ട് എന്നാണ്. അതുകൊണ്ട് നീ ദുനിയാവിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നീ എങ്ങനെ നിൽക്കേണ്ടത്? ആഖിറത്തിലൊരു നൃത്തമുണ്ട് എന്നോർത്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ദുനിയാവിൽ അള്ളാഹിന്റെ മുന്നിൽ നിൽക്കേണ്ടത് എന്നാണ്. അങ്ങനെ നീ ദുനിയാവിൽ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ആഖിറത്തിലുള്ള നൃത്തത്തിന് എന്ത് ചെയ്യും? ഒരു സമാധാനം ഉണ്ടാകും. അല്ലെങ്കിൽ ആഖിറത്തിന്റെ നൃത്തത്തിന് എന്തുണ്ടാവുകയില്ല? ഒരു സമാധാനം ഉണ്ടാവുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ നൃത്തം ആലോചിച്ചാൽ തന്നെ
അതിൻ്റെ ഭയാനകത നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അള്ളാഹു പറയാണ് ദാലികൽ യൗമുൽ ഹഖ്, അത് യഥാർത്ഥ ദിവസമാണ്. ദാലിക, അത് അൽ യൗം, ദിവസം, അൽ ഹഖ്, സത്യത്തിന്റെ ദിവസമാണ്. എന്തായാലും എന്ത് ചെയ്യും, ആ ദിവസത്തിൽ അള്ളാഹു എന്താണോ നിശ്ചയിച്ചത് അത് നടക്കുക തന്നെ ചെയ്യുന്ന യഥാർത്ഥമായ ദിവസം. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ. എന്നിട്ട് അള്ളാഹു പറയാം ഫമൻ ശാഅ, ആരെങ്കിലും വല്ലവനും ഉദ്ദേശിക്കുന്ന പക്ഷം ഇത്തഖദ, അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ, ഇലാ റബ്ബിഹി, അവന്റെ റബ്ബിലേക്ക്, മആബൻ, മടങ്ങാനുള്ള മാർഗം എന്ത് ചെയ്യട്ടെ, അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ. മആബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടക്കത്തിനുള്ള മാർഗം. അള്ളാഹുലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് മടങ്ങുക? സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് ചെയ്യേണ്ടത് നമ്മൾ മടങ്ങേണ്ടത്. തൗബ ചെയ്തുകൊണ്ടാണ് നമ്മൾ മടങ്ങേണ്ടത്. ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മടങ്ങേണ്ടത്. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പാലിക്കേണ്ട ഒരു ദിക്റാണെന്ത്? ഇസ്തിഗ്ഫാർ. നിരന്തരം എന്ത് ചെയ്യണം? നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഒരു അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ത് ചെയ്യണം? പറയണം. ആ ഇസ്തിഗ്ഫാറിനുള്ള നേട്ടങ്ങൾ പറയുന്നിടത്ത് നമുക്കറിയാം, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്തുകളാണ് യുർസിലി സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറ. ആ ആയത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ. സമ്പാദ്യത്തിൽ കുറവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു റിസ്ക് കൊടുക്കുന്ന, കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? സന്താനത്തെ കൊടുക്കുന്ന, വെള്ളം ലഭിക്കാതെ നല്ല പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? മഴ ചൊരിഞ്ഞു കൊടുക്കും. എന്തിലൂടെ? ഇസ്തിഗ്ഫാറിലൂടെ. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നിത്യം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ എന്ത് ചെയ്യും? അള്ളാഹു സ്വീകരിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കും. ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ച ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നിടത്ത് പല ആളുകളും പറഞ്ഞു വെക്കുന്നത്, അതായത് ഇസ്തിഗ്ഫാർ ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്ന മനുഷ്യന്മാർ, അവർ പറയുന്നത് ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും സ്വീകരിക്കാതെ പോയിട്ടില്ല എന്നാണ്. എല്ലാം അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീകരിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഇസ്തിഗ്ഫാറാണ്. കാരണം ഇസ്തിഗ്ഫാറാണ്. ഒരു കഥയായി പറയപ്പെടുന്നത്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് മറുനാട്ടിലേക്ക് എന്ത് ചെയ്യും? സഞ്ചരിക്കും. അന്ന് എന്തില്ല, ഇമാം അഹ്മദ് ബിൻ ഹംബലാണ് വരുന്നത്. അദ്ദേഹത്തെ കണ്ടിട്ടൊന്നും ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല, പേര് കേട്ടിട്ടുള്ള പരിചയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒരു പള്ളിയുടെ പുറത്ത് കിടക്കുകയും, അങ്ങനെ പള്ളിയിൽ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്തെങ്കിലും ഒരു സ്ഥലം കിട്ടുമോ എന്നിങ്ങനെ നോക്കി പോകാം. ആ പോകുന്ന സമയത്താണ് ഒരു കട എന്ത് ചെയ്യാം, ഒരു ചെറിയ കട ലഭിക്കുക. അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തോ, താമസിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അദ്ദേഹം താമസിക്കുകയാണ്. ഈ കടക്കാരൻ പണിയെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഇസ്തിഗ്ഫാർ നിരന്തരമായി പറയുന്നുണ്ട്, നിർത്താതെ പറയാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെ ഒരാൾ ദിക്ർ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ഈ ദിക്ർ ഉണ്ടാക്കിയിട്ടുണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ഈ ദിക്ർ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയും എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, ഒരു പ്രാർത്ഥന ഒഴികെയാണ്. അപ്പൊ അതേതാണ് ആ പ്രാർത്ഥന എന്ന് ചോദിക്കുക. അപ്പൊ പറയും, ഞാൻ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അതെന്ത് ചെയ്തിട്ടില്ല? നടന്നിട്ടില്ല എന്ന് പറയും. അദ്ദേഹത്തിന് മുമ്പിലുള്ളതാരാ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അത് നമുക്ക് ജീവിതം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തെളിയിക്കാൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ആവർത്തിക്കണം. എല്ലാ സമയത്തും ഇസ്തിഗ്ഫാർ ആവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാ ലീഖിൽ നിന്നും, മിൻ കുല്ലി ലീഖിൻ മഖ്റജ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ഞെരുക്കത്തിൽ നിന്നും ഒരു പോംവഴി എന്ത് ചെയ്യും? അള്ളാഹു നമുക്ക് കണ്ടെത്തി തരുന്ന. എന്നിട്ട് അടുത്ത ആയത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്നാ, തീർച്ചയായും നാം, അൻദർനാക്കും, നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. എന്തിനെ കുറിച്ച്? അദാബൻ ഖരീബൻ, അടുത്തുള്ള ഒരു ശിക്ഷയെക്കുറിച്ച്, അടുത്തുള്ള ആസന്നമായ ഒരു ശിക്ഷയെക്കുറിച്ച്. അടുത്തുള്ള ശിക്ഷ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാളാണ്. അതെന്തായാലും നടക്കും എന്നതുകൊണ്ടാണ് എന്ത് പ്രയോഗിച്ചത്? അടുത്ത് എന്ന് പ്രയോഗിച്ചത്. യൗമ, അന്നേ ദിവസം, യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ, യൗമ, അന്നേ ദിവസം, യൻദുറു, നോക്കും, അൽ മർഉ, വ്യക്തി, മാ, ഒന്നിലേക്ക്, എങ്ങനെയുള്ള ഒന്ന്, ഖദ്ദമത് യദാഹു, അവന്റെ കൈകൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചത്, അതായത് അവൻ എന്തൊക്കെ സൽക്കർമ്മങ്ങളാണ് ചെയ്തു വെച്ചത് എന്നതിലേക്ക് അന്ന് എന്ത് ചെയ്യും? ഓരോ മനുഷ്യനും ആലോചിച്ചു കൊണ്ടേയിരിക്കും, നോക്കിക്കൊണ്ടേയിരിക്കും, എന്തൊക്കെയാണ് ഞാൻ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന്. എന്നിട്ട് അവിശ്വാസികളായ ആളുകൾ, കാഫിറുകളായ ആളുകൾ പറയുന്നതാണ്, വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബാ, വയഖൂലുൽ കാഫിർ, കാഫിരിങ്ങൾ പറയും, യാ ലൈതനി, എൻ്റെ നാശമേ, കുൻതു തുറാബൻ, ഞാൻ
മണ്ണായി തീർന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നു. ഞാനൊന്ന് മണ്ണായി പോയാൽ മതിയായിരുന്നു എന്ന് അവരാലോചിക്കും. ഇതവരെപ്പോഴാണ് ആലോചിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, മൃഗങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? അള്ളാഹു ഖിസാസ് നടത്തുന്ന, പരസ്പരം മൃഗങ്ങൾ തമ്മിൽ ഒരു മൃഗം മറ്റൊരു മൃഗത്തെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ആഖിറത്തിൽ തീരുമാനമാക്കിയിട്ട് അവരെ മരിപ്പിച്ചു കളയും. അപ്പൊ ഇത് കാണുമ്പോൾ കാഫിര്യങ്ങൾക്ക് അതിയായ വിഷമം ഉണ്ടാകുന്നതാണ്. കാരണം നരകത്തിലേക്ക് എന്ത് ചെയ്യാണ്? എറിയപ്പെടാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അവർ. അവർ പേടിച്ചിട്ട് എന്ത് ചെയ്യും? ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഒന്ന് മണ്ണായിരുന്നെങ്കിൽ എന്നെന്ത് ചെയ്യും? ആഗ്രഹിച്ചു പോകുന്ന. അവിടെയാണ് ചില സ്വഹാബാക്കളൊക്കെ പറയുന്നുണ്ട്. എന്തിന്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ പറയുന്നുണ്ട്, ഞാൻ ഈ കാണുന്ന പക്ഷികളെ പോലെ പറക്കുന്ന പക്ഷികളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നെന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അവർക്ക് എന്തില്ല? ഹിസാബില്ല, അവർക്കൊന്നും തന്നെ ഇല്ല എന്നാണ്. അപ്പൊ അങ്ങനെ ജീവിച്ച് മരിച്ചു പോകുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നെന്ത് ചെയ്യുന്നുണ്ട്? അവർ ആ പേടി കാരണത്താൽ പറയുന്നതാണ്. അപ്പൊ ആ സഹാബാക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട റസൂലിന്റെ ഏറ്റവും അടുത്ത സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ പോലും എന്തുണ്ട്? ഖൗഫ് ഉണ്ടായിരുന്നു എന്നാണ്. ഖൗഫ് എന്ന സിഫത്ത് ഉണ്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അശ്രദ്ധയിലായി പോയ ഒരു കാര്യമാണെന്ത്? തീരെ ഖൗഫില്ല, പേടി എന്നതെന്തില്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടതുപോലെയാണ്. ഭയം ആർക്കില്ല. അള്ളാഹുവിനോടുള്ള പേടി എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാനായ ഒരു യുവാവുണ്ട്. അദ്ദേഹം മരണത്തിന്റെ ആസന്നതയിലാണുള്ളത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാ തജിദുക, നിനക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? എന്താണ് നിനക്ക് മരണത്തോട് അടുത്തിങ്ങനെ കിടക്കുന്ന സമയത്ത് നിനക്കുള്ള ഫീലിങ്സ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറഞ്ഞത്, അർജുല്ലാഹ യാ റസൂലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. എന്നാൽ എനിക്കെന്തുണ്ട്? എൻ്റെ പാപത്തെക്കുറിച്ചുള്ള ഒരു പേടിയും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് പാപത്തെക്കുറിച്ചുള്ള പേടിയുമുണ്ട്, അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സമയത്ത് പ്രതീക്ഷയുണ്ടാവുകയും ഭയപ്പാടുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു എന്തെയും? അവൻ എന്തിനെയാണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ അള്ളാഹു അവൻ പൂർത്തീകരിച്ചു കൊടുക്കും. എന്തൊന്നാണോ അവൻ ഭയപ്പെടുന്നത് ആ ഭയപ്പാടിൽ നിന്ന് അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഖൗഫും റജാഉം അനിവാര്യമായി ഉണ്ടാകേണ്ടതാണ്. നമുക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ എന്തുണ്ടാകണം? പേടി ഉണ്ടാകണം. രണ്ടും ഒരേപോലെ കൊണ്ടുപോകുമ്പോഴാണ് ഈമാനിന്റെ ആസ്വാദനം നമുക്ക് നുകരാൻ സാധിക്കുക. ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തിന്മകൾ എന്ത് ചെയ്യും? ഉടലെടുക്കുന്നതാണ്. ഒരാൾക്ക് ഖൗഫ് കൂടി, ഒരാൾക്ക് പേടി അധികമായിട്ട് പേടിയാണ് എങ്കിലെന്ത് ചെയ്യും? ഇവിടെ റജാഇന്റെ ഭാഗത്ത് പ്രശ്നം വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു തിന്മ ചെയ്തിട്ട് എന്ത് ചെയ്യണം? പേടിക്കണം, അള്ളാഹു പുറത്തു തരുമോ എന്ന് പേടിക്കാം. ആ പേടി ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിന്റെ വിഷയത്തിൽ. പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്, ഓൻ ചെയ്ത തിന്മയെക്കാളും വലിയ തിന്മയാണെന്ത്? അള്ളാഹു പുറത്തു തരില്ല എന്ന് വിചാരിക്കലാണ്. ഓൻ ചെയ്ത തിന്മയെക്കാളും വലിയ തിന്മയാണെന്നാണ്. ഇനി അതേ സമയത്ത് പ്രതീക്ഷ കൂടിക്കഴിഞ്ഞാലോ, ഓൻ ഒരുപാട് തിന്മകൾ ചെയ്യാണ്, ഭയങ്കര പ്രതീക്ഷയാണ്, അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് രണ്ടും ഒരേ കോലത്തിലാണ്, ഒരേ ദറജയിലാണ് ഉണ്ടാകേണ്ടതെന്നാണ്. ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകൾ എത്രത്തോളം പ്രാധാന്യമാണോ അത്രത്തോളം പ്രാധാന്യം എന്തുണ്ട്? ഖൗഫിനും റജാഇനുണ്ട്. അപ്പൊ ജീവിതം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹൃദയത്തെക്കുറിച്ച് നമ്മളൊരു വിചാരണ നടത്തണം. എന്താണ് ഹൃദയത്തിന്റെ അവസ്ഥ? അള്ളാഹുവിന് പേടിയുണ്ടോ? എൻ്റെ ക്രയവിക്രയങ്ങളിൽ, എൻ്റെ ഇടപാടുകളിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണോ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്? നിസ്കാരത്തിന്റെ വിഷയത്തിലെത്തുമ്പോൾ അവിടെ ഖുശൂ ഉണ്ടാകാറുണ്ടോ? ഒരു ഭയപ്പാടുണ്ടാകാറുണ്ടോ? ഖുർആൻ കേൾക്കുന്ന സമയത്ത് ഒരു പേടി ഉണ്ടാകാറുണ്ടോ? എന്നിങ്ങനെ ഖൗഫും റജാവും എപ്പോഴും നമ്മൾ നമ്മുടെ ഖൗഫിന്റെ അവസ്ഥയും നമ്മുടെ റജാവിന്റെ അവസ്ഥയും നമ്മളൊന്നും എന്ത് ചെയ്യാം? അളന്ന് നോക്കാന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ യഥാവിധം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഖുർആനിന്റെ ആളുകളാക്കി അഹ്ലുൽ ഖുർആനിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ഒരുപാട് വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.
സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.